എല്ലാവർക്കും സുഖമല്ലേ? ദിസ് ഇസ് ദ 4th ഡേ ഓഫ് മൈ ചലഞ്ച്. ഇന്ന് 30 ദിവസത്തിൻ്റെ നമ്മുടെ ചലഞ്ചിൻ്റെ 4ാം ദിവസമാണ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടാണ്. കാരണം ഇന്ന് അലാറം അടിക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ എപ്പോഴും എല്ലാം ഈ 3 ദിവസമായിട്ട് എണീറ്റിട്ട് ഇങ്ങനെ ബോധം വരും, ഇടയ്ക്കിടയ്ക്ക് ഉണരും. ഞെട്ടി ഉണരുന്നതാണോ എന്തോന്ന് അറിയാമായിരുന്നു. പക്ഷേ ഉണരും, 4 മണിക്കും 3 മണിക്കും ഒക്കെ ഉണരും. എന്താ അലാറം അടിക്കാത്തതെന്ന് ഞാൻ ആലോചിക്കും. എന്നിട്ട് വീണ്ടും കിടന്നിട്ട് അലാറം അടിക്കുമ്പം ശരി എണീക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് അലാറം ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മണിക്കും 5:15 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ അലാറം അടിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തോ ഉറക്കം മാറിയിട്ട് ഞാൻ ഇങ്ങനെ ബോധം വന്ന് കറക്റ്റ് വന്ന് എണീറ്റായപ്പോഴത്തേക്ക് അലാറം അടിച്ചു. അപ്പോൾ അതെനിക്ക് വളരെ ഒരു പ്രോഗ്രസ് ആയിട്ട് തോന്നുന്നു. അതുവരെ ഞാൻ ഇന്നത്തെ ദിവസം അതുവരെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഇടയ്ക്കൊന്നും എണീറ്റില്ല. ഈ കറക്റ്റ് സമയത്താണ് എണീറ്റത്. ആൻഡ് ദ പോസിറ്റീവ് തിങ് ഇസ് എനിക്ക് ഒട്ടും ക്ഷീണമില്ല. സോ നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്കൊക്കെ പോകാം. ഇപ്പം 5:30 ആയി. ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എക്സസൈസ് ചെയ്തു, കുറച്ച് നേരം ചെയ്തു എക്സസൈസ്. കാരണം കുറച്ച് നേരം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ചെയ്തു. ഇന്നും ക്ലാസ് ഇല്ല, അതുകൊണ്ട് പതുക്കെയൊക്കെ ഓരോന്നും ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ആട് 3 സിനിമ കാണാൻ പോകണം എന്നിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഒന്നും തീരുമാനിച്ചില്ല. ആദ്യം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സെറ്റ് എടുത്തിരുന്നത്. നല്ല തണുപ്പ് ഇന്നലെ രാത്രി തൊട്ടുണ്ട്. ഇന്നലെ ഫുള്ള് മഴക്കോളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, രാവിലെ മഴയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കെല്ലാം മഴക്കോളായിരുന്നു. അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു, ചൂടില്ലായിരുന്നു, ഒരു മഴക്കോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ വിളിച്ചപ്പം അവരും പറഞ്ഞു എന്തോ വാർത്തയിലൊക്കെ കാശ്മീരിലും ഒക്കെ റെഡ് അലേർട്ടാണ് മഴയുടെ എന്നൊക്കെ പറഞ്ഞു. അറിയില്ല എന്താണ്. ഇപ്പം ചൂടാവേണ്ട സമയത്ത് തണുപ്പ് വരുന്നു, തണുപ്പാവേണ്ട സമയത്ത് ചൂട് വരുന്നു. അറിയില്ല ഗൈസ്, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ പോയി കോഫി കൊണ്ടുവന്നു. അത്യാവശ്യം നീരൊക്കെ വളർത്തും കേട്ടോ. പക്ഷേ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ സാധാരണ ഈ മാർച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തണുപ്പിന് അതിനെ പറയാൻ കാരണം, സാധാരണ ഈ മാർച്ച് ഈ സമയത്തൊക്കെ നല്ല ചൂട് വരേണ്ടതാണ്. രാവിലെ തന്നെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും, പുറത്തോട്ട് ഇറങ്ങിയാലൊക്കെ. പക്ഷേ ഇപ്പം വലിയ ചൂടില്ല, തണുപ്പായിട്ടിരിക്കുന്നു അന്തരീക്ഷം, വിച്ച് ഇസ് നൈസ്. ബട്ട് എന്തൊക്കെയോ സീസണൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ തോന്നല്. എന്തെങ്കിലും കുഴപ്പമില്ല, എല്ലാം നല്ലതിന് ആവട്ടെ എന്ന് വിചാരിക്കാം. സോ ഞാൻ കോഫി ഇട്ടു. ആൻഡ് ഐ ആം ഈറ്റിംഗ് സം വാട്ടർമെലൺ. ഉടിഞ്ഞ ട്രൈപോഡ്. പക്ഷേ ഇത് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. ഹൗസ് ദാറ്റ് മൈ ട്രേഡ് സീക്രട്ട്. കോഫിയൊക്കെ കുടിച്ചു. ഞാൻ വാട്ടർമെലൺ കഴിച്ചോട്ടെ. എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വിശക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ വലുതായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ എണീറ്റപ്പോൾ തൊട്ട് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വാട്ടർമെലൺ കഴിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കിട്ടണം. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഹായ് ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത്ര നേരം. ഒരു സമയം പോയി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാരണം എഡിറ്റിംഗ് ആപ്പ് എന്തോ വർക്കാവുന്നില്ല. ഏകദേശം 2-3 മണിക്കൂർ എടുത്തു തോന്നി. ഞാൻ എപ്പോൾ തുടങ്ങിയത് 7:30 എന്തോ തുടങ്ങിയതാണ്. ഇപ്പോൾ 10 മണിയായി. ഇതുവരെ ഞാൻ എഡിറ്റിംഗ് ആപ്പിനകത്തിരുന്ന് അത് ക്രോപ്പ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ക്രോപ്പ് അല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് വരുന്നില്ല, സേവ് ആവുന്നില്ല. അങ്ങനെ കുറേ പാടുപെട്ട് ഇപ്പോൾ ഓക്കെ ആയി. എനിക്കൊന്നും എന്തോ ആപ്പിൻ്റെയോ എന്തോ പ്രശ്നമായിരുന്നു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊക്കെ ഞാൻ ഓണാക്കി നോക്കി. അപ്പോൾ എങ്ങനെയോ ശരിയായി. എനിക്കറിയാൻ വയ്യ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങനെയൊക്കെ ആവും തോന്നുന്നു. എനിക്കറിയില്ല, ഇതിപ്പോൾ 2-3 വട്ടം ആയി. അപ്പോൾ എന്താണെന്ന് അറിയാമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാതെ. ഇങ്ങനെ സ്റ്റക്കായിരിക്കും, മൂവ് ചെയ്യത്തില്ല വീഡിയോ, അഡ്ജസ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല, അങ്ങനെയൊക്കെ കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ആയി. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ സിനിമയ്ക്കും പോകാനൊരു പ്ലാനുണ്ട്. ആട് 3 എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് സിനിമയ്ക്കും പോകാം. ഓക്കെ, ഇപ്പം ഞാൻ കഴിക്കട്ടെ. ബൈ. ഞാൻ ഇവിടെ വൃത്തിയാക്കി. തൂത്തൊന്നും ഞാൻ എടുത്തില്ല, തൂത്ത് തുടച്ചു. പിന്നെ ഒരു സാമ്പ്രാണിയും കത്തിച്ചു. ഈ സാമ്പ്രാണിക്ക് നല്ല മണമാണ്, അതും കത്തിച്ചു. ഇനി എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് സിനിമ കാണാൻ പോകണമെന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ അവൾ വന്നിട്ട് ചിലപ്പോൾ സിനിമ കാണാൻ പോകും. ഓക്കെ, ഇതൊരു ലഞ്ചിനൊന്നും ഉണ്ടാക്കിയുമില്ല, അതും നോക്കണം. എൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. ഞങ്ങൾ പുറത്ത് ഗ്രോസറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ രസം ഉണ്ടാക്കുന്നുണ്ട്, ചോറും പിന്നെ ഇന്നലത്തെ ചിക്കൻ ഞങ്ങൾ ഒന്നുകൂടി വറുത്തെടുക്കാമെന്ന് കരുതി. സോ പണിപ്പുരയിലാണ്. അപ്പോൾ വന്നതേ ഉള്ളൂ, പോയിട്ട് നോക്കാം. ഞാൻ പിന്നെ സവാള കുക്കർ
ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ക്രിമിനൽസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് ശീലമൊന്നുമില്ലല്ലോ സോ. ഓ ഇവിടെ ഉള്ളവരൊക്കെ ക്രിമിനൽസ് താങ്കളുടെ ഇന്റേൺഷിപ്പിന് വന്നായിരിക്കും അല്ലേ? അതൊന്നുമില്ല സാറേ, എനിക്ക് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇല്ല. ഞങ്ങൾ ആദ്യം കരിക്ക് കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഇന്ന് കരിക്കിൻ്റെ പുതിയ ജെയിംസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഓരോ എപ്പിസോഡ് ഇറങ്ങി അത് കണ്ടു. പിന്നെ അവൾ എന്താ ഓഫീസർ ഡ്യൂട്ടി പടം കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണുന്നത് എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എഡിറ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചായ ഇടാൻ വന്നു. ഏകദേശം 5 മണിയായി. ചായ ഇട്ടിട്ട് വേണം എനിക്കിനി കുടിക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എനിക്ക് കുറച്ച് മാനുവലൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതണം. അപ്പം ചായ ഇട്ട് ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ ബിസി ഡേ ആയിരുന്നു കേട്ടോ. ബിസി എന്ന് പറയാനായിട്ട് ഇൻ ദ സെൻസ് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തെന്നല്ല. ബട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട് വന്നു, അവളുമായിട്ട് കുക്ക് ചെയ്തു, രസമൊക്കെ വെച്ചു, ഫുഡ് കഴിച്ചു, പിന്നെ കുറേ നേരം ഇരുന്ന് സിനിമ കണ്ടു, കരിക്ക് സീരീസൊക്കെ കണ്ടു, ചായ കുടിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു നല്ലൊരു ദിവസം എന്ന് പറയാം. പിന്നെ അതിനുശേഷം അഞ്ജന പോയി കഴിഞ്ഞപ്പോൾ ഗോപിക വന്നു, അവളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൾ പോയതേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് മാനുവൽ എഴുതാനുണ്ട്. പിന്നെ എന്നിട്ട് കിടക്കും. ഇതാണ് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ 3 ദിവസമൊക്കെ ഒരു അവധി അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കട്ടിൽ കിടത്താൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഐ എം ജസ്റ്റ് ഓക്കെ, ഞാൻ ആക്റ്റീവാണ് ഞാൻ. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ നാളെ ഞായറാഴ്ചയാണ്, നാളെ അവധിയാണ്, മറ്റന്നാൾ എനിക്ക് കോളേജുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് എഴുതാനുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ബാക്കിയും കൂടി. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നാളെ വീണ്ടും കാണുന്നവരെ ബൈ.